എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമായിട്ടാണ്. 2-3 ചേരുവകളെ കൊണ്ട് നമുക്ക് വേഗം എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്ന ഒരു ഐറ്റമാണിത്. ഇപ്പം എല്ലാവരുടെ വീട്ടിലും ഉരുളക്കിഴങ്ങ്, കടലമാവ് എല്ലാം കാണുമല്ലോ. അതൊക്കെ വെച്ച് ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാം. ആലു ബോണ്ട കൂടെ വെളുത്തുള്ളി ചട്നി. അപ്പം നമുക്ക് കുറച്ച് ഉരുളക്കിഴങ്ങ് എടുത്ത് വേവിച്ച് തൊലി കളഞ്ഞ് മാറ്റി വയ്ക്കാം. പിന്നെ അടുത്ത് വേണ്ടത് ബോണ്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മാവ് തയ്യാറാക്കുകയാണ്. അതിന് വേണ്ടി ഒരു ബൗളിൽ സ്വല്പം കടലമാവ് എടുത്ത് അതിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കായം ഇവയൊക്കെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെള്ളം ചേർത്ത് അതിന് മാവ് രൂപത്തിലൊന്ന് ആക്കിയെടുക്കണം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. അതുമാതിരി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുമാതിരി ഈ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോവാം. ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളും നമ്മളിതിലിട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ കുറേശ്ശെ വെള്ളം ചേർത്ത് ആ മാവിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കട്ടയൊക്കെ ഉടച്ച് നല്ല ദോശമാവ് പരുവത്തിലാക്കി എടുക്കണം. അതിനെ അധികം കട്ടിയുണ്ടെങ്കിൽ മാവ് ബോണ്ടയുടെ മുകളിൽ കുറേ മാവായിരിക്കും. അതുകൊണ്ട് അധികം കട്ടിയല്ലാണ്ടെയും അധികം ലൂസാവാതെയും ഒരു പരുവത്തിൽ തന്നെ കുഴച്ചെടുക്കണം. അപ്പം നമുക്ക് മാവ് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും നമുക്ക് ഈ ബോണ്ടയുടെ ഒപ്പം കഴിക്കാനുള്ള വെളുത്തുള്ളി ചട്നി തയ്യാറാക്കി എടുക്കാം. 3 ഐറ്റം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. കുറച്ച് വെളുത്തുള്ളി, കുറച്ച് മുളക് പൊടി, കുറച്ച് ഉപ്പ്. ഈ 3 ഐറ്റം കൊണ്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് വെളുത്തുള്ളി ചട്നി. ഇത് കൂട്ടി കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. അപ്പോൾ ഇതൊന്ന് നമുക്ക് വറുത്തെടുക്കണം. വെളുത്തുള്ളി എണ്ണയൊന്നും ഒഴിക്കേണ്ട, വെറുതെ ചീനച്ചട്ടി ഒന്ന് ചൂടാക്കി അതിലൊന്ന് ആ പച്ചമണം മാറുന്ന വരെ ഒന്ന് വറുത്തെടുക്കണം. അത് മെല്ലെ അവിടെ കിടന്ന് ചൂടാവുമ്പോഴേക്കും നമുക്ക് ഇഞ്ചി, പച്ചമുളക്, അതുമാതിരി കരിവേപ്പിൻ്റെ ഇല, വെളുത്തുള്ളി ഉണ്ടെങ്കിൽ അതും ചേർത്ത് നമുക്ക് ബോണ്ടയ്ക്കുള്ള ഐറ്റംസ് അരിഞ്ഞു വയ്ക്കാം. വെളുത്തുള്ളി ചട്നി പൊടിക്കാനായി നമുക്കൊരു ജാറിലേക്ക് മാറ്റാം. ഈ വെളുത്തുള്ളിയും അതുമാതിരി മുളക് പൊടി, ഉപ്പ് ഇതൊക്കെ എടുത്ത് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബോണ്ട വറുക്കുമ്പോൾ കിട്ടുന്ന ബൂന്തികളും കൂടി ഇട്ടിട്ട് വേണം ഇതിൽ നമുക്ക് അരയ്ക്കാൻ, മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുക്കാൻ. അപ്പം ആ ക്രിസ്പി എന്താ പറയുക ചട്നി കുറച്ച് സെപ്പറേറ്റ് ആയിട്ട് വരുള്ളൂ. അല്ലെങ്കിൽ ഇത് വെളുത്തുള്ളി മാത്രമാകുമ്പോൾ ഒട്ടിയിരിക്കും. അപ്പം നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അത് ബോണ്ട ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇത് പൊടിക്കുന്നതായിരിക്കും നല്ലത്. നമുക്കിനി ബോണ്ടയ്ക്കുള്ള തയ്യാറെടുപ്പ് നടത്താം. അതിന് വേണ്ടി പുഴുങ്ങി വെച്ച ഉരുളക്കിഴങ്ങ്, അതുമാതിരി ഇഞ്ചി, പച്ചമുളക്, കരിവേപ്പിൻ്റെ ഇല, അതുമാതിരി കുറച്ച് മല്ലിയില ഇതൊക്കെ നമ്മൾ എരിഞ്ഞവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ചട്ടിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയിൽ കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ബാക്കി നമ്മൾ എരിഞ്ഞു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം അതിലിട്ട് കൊടുക്കാം. അതായത് ഇഞ്ചി, പച്ചമുളക് മുതലായവ എരിഞ്ഞിട്ട് കൊടുക്കുക. കുറച്ച് ജീരകം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ജീരകം നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ പച്ചമുളക്, ഇഞ്ചി, കരിവേപ്പിൻ്റെ ഇല എല്ലാം ഇട്ട് കൊടുക്കാം. മല്ലിയുടെ ഇല ഉരുളക്കിഴങ്ങ് ഇട്ടതിന് ശേഷം നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. അപ്പം നമ്മുടെ ഇഞ്ചി, പച്ചമുളക് എല്ലാം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് വേവിച്ചത് കൈ കൊണ്ടൊന്ന് സ്മാഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടായാലും കുഴപ്പമില്ല, വല്ലാണ്ട് പേസ്റ്റ് ആകണമെന്നില്ല. അപ്പോൾ എല്ലാ ഉരുളക്കിഴങ്ങും ഇട്ട് കൊടുത്തു. ഇനി അത് കഴിഞ്ഞ് നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇവയെല്ലാം ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം ആ എരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയുടെ ഇലയും കൂടി ചേർത്ത് യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോണ്ടയ്ക്കുള്ള മസാലക്കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി അതിനെ ചൂടാറി കഴിഞ്ഞ് ചെറിയ ഉരുളകളാക്കി നമുക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ
മാവിൽ മുക്കി എണ്ണയിൽ വറുക്കുക വേണ്ടു. ഇത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഇനി നമ്മൾ അടുത്തത് ബോണ്ട വറുക്കാനുള്ള ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ ഇവിടെ 2-3 ട്രിപ്പായിട്ടാണ് വറുക്കണത്, അതുകൊണ്ട് കുറച്ച് എണ്ണ ഉപയോഗിക്കുന്നുള്ളൂ. ഇപ്പോൾ ഇവിടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് ആ ബോൾസ് മാവിൽ മുക്കി ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാൻ, അല്ലെങ്കിൽ മുകളിലത്തെ ഭാഗം കരിഞ്ഞ് ഉള്ളിൽ വേവാണ്ടയാവും. പിന്നെ ഉള്ളിൽ ഓൾറെഡി ഉരുളക്കിഴങ്ങ് വെന്ത കാരണം അധികം ഇതിൽ ഫ്രൈ ആവേണ്ട ആവശ്യമില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മൾ തിരിച്ചു മറിച്ചിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. അത് നമ്മളൊരു ട്രിപ്പ് എടുത്തു കഴിഞ്ഞു. ഇത്ര എണ്ണ ഉണ്ടെങ്കിൽ ഒരു 5-6 ബോണ്ടയൊക്കെ നമുക്ക് ഒരു പ്രാവശ്യം ഇടാം. ഈ ബൂന്തികളൊന്നും കളയാനുള്ളതല്ല, ഇത് നമുക്ക് ആ വെളുത്തുള്ളി ചട്നിയിലേക്ക് ഉപയോഗിക്കാനുള്ളതാണ്. അതുകൊണ്ട് ഈ ബൂന്തി കുറച്ചുണ്ടായാലും നമുക്ക് കുഴപ്പമില്ല. നമ്മൾ രണ്ടാമത്തെ ട്രിപ്പ് ഇടുകയാണ്. അങ്ങനെ നമ്മൾ 2-3 പ്രാവശ്യമൊക്കെ ഇട്ട് ആ ബോണ്ടകളെല്ലാം വറുത്തെടുത്തു. പിന്നെ ബൂന്തികളൊക്കെ നമ്മൾ ആ വെളുത്തുള്ളി ചട്നിക്ക് ഉപയോഗിക്കുകയാണ്. നേരത്തെ എന്താ പറയുക, മുളക് പൊടിയും ഉപ്പും അതുമാതിരി വെളുത്തുള്ളിയും നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഈ ബൂന്തികളൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു നമുക്ക് ആ ചട്നി ഒരു എന്താ പറയുക ഡ്രൈ ചട്നി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. അല്ലെങ്കിൽ വെളുത്തുള്ളിയുടെ ഉള്ളിലുള്ള വെള്ളം കാരണം ഉപ്പും എല്ലാം കൂടി ഒട്ടി പിടിച്ചൊരു വെള്ളമുള്ള ഒരു ചട്നി പോലെയായി കിട്ടും. കുറച്ചൊരു സെപ്പറേറ്റ് ആയിട്ട് ഉണങ്ങിയ, അതായത് നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ചട്നിയാണ് വേണ്ടത്. അപ്പം അതും കൂടി അരച്ചെടുത്താൽ നമ്മുടെ വെളുത്തുള്ളി ചട്നി റെഡി ആയി കിട്ടും. നമ്മൾ ബോണ്ടിയും അതുമാതിരി ആ ഫ്രൈ ചെയ്ത ബൂന്തിയും മാറ്റി വെച്ചിരിക്കുകയാണ്. അത് ഈ മിക്സറിൽ ഇട്ടിട്ട് നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം വെളുത്തുള്ളി അതുമാതിരി ഉപ്പും മുളക് പൊടി ഇട്ടിട്ട് നമ്മൾ അതിനൊന്ന് പൊടിച്ചെടുക്കുകയാണ്. നമ്മുടെ വെളുത്തുള്ളി ചട്നിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഐറ്റം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടും വരെ നന്ദി, നമസ്കാരം.